അയ്യോ അളിയാ, എനിക്ക് പേടിയാവുന്നടാ. നമ്മൾ നേരത്തെ ചെയ്ത ഡ്രാമയിൽ വരദരാജൻ ജീവനോടെ ഉണ്ടെന്ന് പോലീസുകാർ വിശ്വസിച്ചിരിക്കും. ഇപ്പൊ ഈ ബോഡിയും കൊണ്ട് പോയാൽ ഒരു സംശയം വേണ്ട, തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യും. വിജയകൃഷ്ണൻ രക്ഷപ്പെടും. നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വേസ്റ്റ് ആവും. നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വരദരാജൻ ജീവനോടെ ഉണ്ടാവണം. മനസ്സിലായോ? യു ക്യാൻ ഡു ഇറ്റ് പർഷു. ഓക്കേ ഓക്കേ. തിരിച്ചടി കൊടുക്കാതെ മാറിപ്പോകില്ല. വരുകയായി മരണത്തെ ഭയമില്ല, കൂട്ടിനാടുണ്ടേ. നെഞ്ചിരയിൽ രക്തം, ഈ രക്തം തിളക്കട്ടെ. എന്നിലെ ലക്ഷ്യം, ഈ ലക്ഷ്യം ജയിക്കട്ടെ. കുറ്റമോ ഇല്ല, നീ നന്മയുള്ള ധീരൻ. സൂക്ഷിച്ചു പോയിട്ട് വരണേ. ഓൾ ദി ബെസ്റ്റ്. അളിയ, എല്ലാരും ശ്രദ്ധിക്കണം. ബൈ. പിന്നെ ഓഫീസിൽ നിന്ന് ഫോണ്. ഹലോ ഹലോ ഗോപി, മറക്കാതെ മെമ്മറി കാർഡ് CB ഓഫീസർ റിയാസിന്റെ കൈ കൊടുക്കണം. സുഖം തരാൻ പറഞ്ഞത്. ഹിറ്റ് വുമൻ മാറ്റർ ആണോ? പിന്നെ നീ ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി. ടെമ്പോ ട്രാവലോ? സ്പോട്ട് ഔട്ടോ? രണ്ടുപേരോ? വൈറ്റ് കളർ ടെമ്പോ ട്രാവലോ? എന്ത് വണ്ടി ഓടിച്ച സ്ത്രീയാണെന്നോ? വണ്ടി നമ്പർ എത്രയാ മാഡം? TN02P 7871. ഓക്കെ മാഡം. ആ വണ്ടിയിലെ ചേച്ചിയെ കിഡ്നാപ്പ് ചെയ്ത്. എടാ, സുധിയോട് പുത്തഞ്ചേരി വരാൻ പറഞ്ഞിട്ട് ഇത് പിറവം ബസ് സ്റ്റാൻഡ് എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. ചേച്ചി വേറെ എവിടെ ഒളിപ്പിച്ചിരിക്കുക. നീ വേഗം പൊക്കോ. ഓക്കെ ഗോപി, ഞാനും വരാം. നമുക്ക് പോവാം. ഡാ, നീയും കൂടെ പോ. മച്ചു, നീ ലോക്കൽ സ്റ്റേഷൻ പോയി കംപ്ലൈന്റ്. ശരിടാ. ഡാ, നീ പോയി അളിയന്റെ കൂടെ ഇരിക്കും. പോ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തു പറ്റി? പറയടാ, എന്തു പറ്റി? എനിക്കില്ലടാ ഫൈറ്റ് സീൻ. എന്റെ തലവിധി. സ്ഥലം എത്തി. റെഡി? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കേടാ. ഈ മൂക്ക് മാത്രമാണോ അങ്ങോട്ട് സെറ്റ് ആവാത്തത്? ശരിയാണോ നോക്കി? എല്ലാം ശരിയാടാ. എടാ, ശ്വാസം മാത്രം വിടാൻ പറ്റുന്നില്ല. അതാ ഇപ്പൊ അത്യാവശ്യം. എടാ, സീരിയസ് ആയിട്ടുള്ള കാര്യം ഇത്. വെറുതെ കോമഡി കാണിക്കില്ല. ഞാൻ എന്ത് ചെയ്യാനടാ? ഞാൻ സീരിയസ് ആയിട്ടാ ചെയ്യുന്നത്. അത് കോമഡി ആയിട്ട് മാറുവാ. ദേ ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയാതെ വണ്ടി വിട്ട് വെളിയിൽ ഇറങ്ങരുത്, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. അയ്യോ, ഇതൊന്നും എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ. അവരെന്തിനാ എന്നെ കൊല്ലുന്നത്? എടാ, വരദരാജൻ ജീവനോടെ ഉണ്ടെങ്കിൽ കൊല ചെയ്യാൻ നോക്കിയത് ആരാണെന്ന് പറയില്ലേ? അങ്ങനെ നോക്കി നിന്നെയല്ലേ കൊല്ലേണ്ടത്? എന്നെയോ? അതെ, അങ്ങേര് ജീവനോടെ ഉണ്ടായിരുന്നു. കൊല ചെയ്തത് ആരാന്ന് നിന്നോട് പറയത്തില്ലായിരുന്നു? പരശു, ഞാൻ പറയാതെ കാറിൽ നിന്ന് ഇറങ്ങരുത്. ഓക്കെ അളിയാ, എന്തെല്ലാം നമ്മൾ ചെയ്തതാ, ഇതും ചെയ്യാം. അമ്മാവനോട് ആദ്യം ചേച്ചി എവിടാന്ന് പറടാ. ചേച്ചി വിചാരിച്ചടാ. വണ്ടി അടിച്ചിട്ട് നിർത്താതെ പോയി സാർ. ഹൈവേ കൂടെ പോയിരുന്ന ഈ നേരം പിടിച്ചു. വണ്ടി ഓടിച്ചോണ്ട് പോയത് ഒരു പെണ്ണാണെന്നാണ് എല്ലാരും പറഞ്ഞത്. നല്ലോണം അറിയാലോ. അതെ അതെ, തീർച്ചയായും. ശരിയാ മാഡം, ഈ റൂട്ടിൽ തന്നെ പോയത്. ഒരു കറുപ്പ് കളറാ ഡ്രസ്സിന്. ഹൈവേ പോലീസുകാർ പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിവിടെ എവിടെയെങ്കിലും മുന്നിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഹൈവേ പോലീസിനായി കുടുങ്ങിയില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും. എന്തായാലും നമുക്ക് ഇവിടേക്ക് തന്നെ ഒന്ന് അന്വേഷിക്കാം. ഇവിടെ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. അയ്യോ, എടാ ഞാൻ എന്ത് ചെയ്യണം?
അയ്യോ മരുമോനെ മരുമോനെ എന്റെ ചേച്ചി ആ സ്തുതി നിരപരാധിയാ എവിടെയാണോ? ആരെ വെടിവെച്ചു? അവന്റെ സുഹൃത്തും നല്ലവനാണ്. സാറേ വാ. എന്റെ ചേച്ചി എവിടെയാണോ? എടാ, നിന്റെ ചേച്ചിയെ കുറിച്ച് എനിക്കെന്താ അറിയാനാ? നീ പറഞ്ഞിട്ടാണോ ഞാൻ പണം എടുത്തോണ്ട് വന്നത്? കാശ് അമ്മവാ. അമ്മവാ, അമ്മവാ. സാബു, സാബു നിങ്ങൾ എവിടെയാ? അമ്മവാ. സാറിനെ സാബു! ഒരു കൊന്നല്ലോ. എന്റെ അച്ഛനെ പോലെയാ സാറേ ഇയാള്. ആംബുലൻസ്, ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട് സാർ, വന്നോണ്ടിരിക്കുവാ. സാറേ എന്റെ പേര് പരശു. എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതന്വേഷിക്കാം. എമർജൻസിക്ക് ഫോൺ ചെയ്യും. എന്താണ് കാര്യം? കേസ് അവസാനിക്കാൻ പോവാ. ഏത് കേസ്? വരദരാജന്റെ. എന്റെ ചേച്ചി എവിടെന്ന് പറഞ്ഞ് നിന്നെ വിട്ടേക്കാം. ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ദേ അവിടെ ഒരു വാൻ നിൽക്കുന്ന കണ്ടില്ലേ? എടാ ഹരി പറഞ്ഞ അതേ നമ്പർ. പെണ്ണാണെന്ന് വിചാരിച്ചപ്പം വാടി വാ വാ. എടാ അകത്തുണ്ടെന്ന് തോന്നുന്നു. തുറക്കാൻ. ചേച്ചി നല്ല നോ, ഗോപി തുറക്കല്ലേ. വേണ്ട ഗോപി തുറക്കല്ലേ. വേഗം കയറെടുക്കാൻ നോക്ക്. സാറേ അനങ്ങല്ലേ, അനങ്ങാതെ അവിടെ തന്നെ. എന്തിനാ സാർ ഇങ്ങനെ ചെയ്തത്? ഞാൻ വിട്ടിരുന്നെങ്കിൽ വിജയകൃഷ്ണ സാറിനെ കൊന്നാനെ. എന്റെ ചേച്ചി എവിടെന്ന് ഇവൾക്കേ അറിയൂ. ഡോൺ വറി സുധി, നിന്റെ ചേച്ചി സേഫാ. അല്ല ഇതാരാ? ഇവളാണ് സാർ എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ അമ്മാവനെ വെടിവെച്ചു കൊന്നത്. സുധി, നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം. വരദരാജന്റെ കിഡ്നാപ്പ് കേസിൽ നിങ്ങളോട് എനിക്ക് എൻക്വയറി ചെയ്യാനുണ്ട്. ഇവര് രണ്ടുപേരും നിരപരാധികളാണ്. ആരാ പറഞ്ഞത്? അമ്മാവൻ തന്നെ പറഞ്ഞതാ. ആമ്പൂരി കൊല ചെയ്യാൻ നോക്കി മിസ്സായതുകൊണ്ട് കൊച്ചി വെച്ച് കൊല ചെയ്തിരിക്കുകയാണ്. ഈ കുറ്റം ആ രണ്ട് നിരപരാധികളുടെ തലയിൽ ചുമത്താൻ നോക്കിയിരിക്കുകയാണ്. ഇതുപോലുള്ള ആൾക്കാരെ
കൊലപാതകം ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ട്രെയിനിങ് ചെയ്തെടുക്കുന്നു. ഇവരെ ഹിറ്റ്മാൻ, അസസിൻ, വാടക കൊലയാളികൾ എന്നും പറയാം. വരദരാജനെയും ആരോ പറഞ്ഞതിന്റെ പേരിലാണ് കൊല ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തൊഴിലിലുള്ള ശത്രുക്കളായിരിക്കും. അതുമാത്രമല്ല, ചില കോറി മുതലാളികളെയും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. കുറ്റവാളികളെ പെട്ടെന്ന് തന്നെ പിടിക്കുന്നതായിരിക്കും. പിന്നെ ഹീറ്റ് വുമൺ കിഡ്നാപ്പ് ചെയ്തിരുന്ന സ്തുതിയുടെ പെങ്ങളെ റെസ്ക്യൂ ചെയ്തിരിക്കുകയാണ്. ആ ലേഡി താമസിച്ച സ്ഥലം സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് എല്ലാ എവിഡൻസും കിട്ടിയിരിക്കുന്നു. ഈ കേസിൽ സ്തുതിയും കൂട്ടുകാരൻ നിരപരാധിയാണെങ്കിലും പോലീസിനെ ആക്രമിച്ചത്, പൊതുസ്വത്തുക്കൾ നശിപ്പിച്ചതിനുമെതിരെ ഇതുപോലുള്ള ചില കേസുകൾ അവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്നു. അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്നതാണ്. ദാറ്റ്സ് ഓൾ.